ഇങ്ങനെയുള്ള കള്ളത്തര കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. പണ്ട് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മോന്റെ മോൻ ഇതുപോലെ ഇവിടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യാണ്. അപ്പൊ അതിലെ കൂടി ഇങ്ങനെ നടക്കും പാതിരാത്രിക്ക് 1 മണി 2 മണിക്കൊക്കെ ഇങ്ങനെ ഉറക്കമില്ലാതെ നടക്കരുത് ഇങ്ങോട്ട് വരുന്നത് കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുവരെ ഇങ്ങനെ പോയി നമ്മുടെ ഗേറ്റിന്റെ അവിടെ പോയിട്ട് തിരിച്ചിങ്ങനെ വരിക, അതായിരുന്നു എന്റെ ജോലി. അപ്പം നമ്മൾ കാണും, നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ക്യാമറയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നത്. ഇത് എന്നിട്ട് നല്ല ഫെയർ കമ്പിയാണ് നമ്മൾ നല്ല ശരിക്ക് കൊടുത്തത്. അമ്മയെ ചവിട്ടി കൂട്ടാൻ പറ്റുമായിരുന്നു. എന്നിട്ട് നമുക്ക് കഥ ഉണ്ടാക്കിയത്. ഇവന്റെ ഒന്നും കഥ നോക്കിയൊന്നുമല്ല, ഇവനെ നല്ല പേരക്കമ്മിനെ അടിച്ചു ഒതുക്കിയതല്ല നമ്മൾ. ഇതുപോലെ ഇവന്റെ മറ്റവരും കൊടുക്കണം, അവന് ചീത്ത വിളിക്കുന്നത് നല്ല ശരിക്ക് കൊടുത്ത് ശരിയാക്കണം. അതാ വേണ്ടത്. പേരക്കമ്മിനെ തന്നെ നല്ല ശരിക്ക് ഇവനെ ഈ കുട്ടനെന്ന് പറയുന്നതിനെ അടിച്ച് ശരിയാക്കണം. അതെന്ന് വെച്ചാൽ അതുപോലത്തെ തോന്നിയാസയോ പറയുന്നത്. ഇവനെ എന്റെയൊക്കെ വീട്ടിലോട്ടായും കേരള അത്ര ഇതായി. ഇവനങ്ങനെ കഥയുണ്ടാക്കും. എന്റെ വീട്ടിൽ പോകുന്ന നാരങ്ങ അതിനേക്കാൾ വലിയ ഇവിടുത്തെ ആരൊക്കെ രക്ഷകർത്താവായിട്ടൊക്കെ എന്തിനാ അഭിനയിക്കുന്നത്. ചെവുക്കറന്നായിട്ട് പറയുന്നത് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന കനിയാന്റെ. അപ്പൊ ഇങ്ങനെ നടക്കുകമാര് നമ്മുടെ രക്ഷകർത്താവാണ്. ഇവരാണ് നമ്മുടെ രക്ഷകർത്താവാൻ. പ്രധാനമന്ത്രി സോമരാജനും കണ്ട ചേച്ചയൊക്കെ ഇവിടെ കയറി അയക്കാൻ. ഞാനൊക്കെ പ്രധാനമന്ത്രി സോമരാജനും അവന്റെ വീട്ടിൽ പ്രധാനമന്ത്രി ഭരിച്ചാൽ മതി. ഇവിടെ ഒന്നും കയറി വയ്ക്കണ്ട. സോമരാജനും മോഹൻ സിംഗും കണ്ടമാക്കിയൊന്നും. ശ്രീലത എന്ന് പറയുന്ന അവളും പിന്നെ വൃന്ദ എന്ന് പറയുന്ന അവൾ വന്ന് അഭിനയം കുറെ ആണുങ്ങളുടെ കൂടെ അതിനകത്തോട്ട് കയറി ഇരുന്നോണ്ടൊക്കെ അഭിനയം. കറണ്ട് കളയുക ജോലി. നമ്മള് കറണ്ട് പോകുന്നതിനെ ഇലക്ട്രിസിറ്റി ബോർഡിനോട്ട് വിളിച്ചാൽ നമ്മൾ ആരെയോ വിളിക്കുകയാണെന്ന കഥകളൊക്കെ. അങ്ങനെ പല പല കഥകളായിരുന്നു മാർക്ക്. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനോട്ട് വിളിച്ചാൽ നമ്മൾ ആരുടെ വിളിക്കല്ലേ. നമ്മുടെ തെളിവുണ്ട്. തോന്നിയാത്ത കഥകളുണ്ടാക്കുക. നമ്മുടെ അതുപോലെ വാട്സപ്പെല്ലാം കോപ്പി ചെയ്ത് തോന്നിയാത്ത ഉണ്ടാക്കുക. യൂട്യൂബിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പും ഫോണും ഒക്കെ ഓൺ ചെയ്ത് പരിപാടികൾ കണ്ടവന്മാരുമായിട്ടൊക്കെ ഇവിടുമാരൊക്കെ ചാറ്റ് ചെയ്തിട്ട് നമ്മൾ ചാറ്റ് ചെയ്ത് കഥ ഉണ്ടാക്കുക. എന്റെ വാട്സപ്പ് ഞാൻ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ എന്റെ വാട്സപ്പിനകത്ത് ആരും ഇല്ല. മുക്കും അല്ലാതെ വേറെ ആരും ഇല്ല. അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നും അപ്ലോഡ് ചെയ്യുന്നതിന് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ വേറെ ആരും ഇല്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തെളിവിനായിട്ട്. എവിടാണെന്നുള്ളതിന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏത് വീടാ ഈ സഹദേവ മന്ദിരം എന്നുള്ളത് നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്തോട്ട് അതിനകത്താണെന്നുള്ളതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീട് സൈഡം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആരെ വിളിക്കുന്നുള്ള അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയാണെന്നുള്ള അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പോകുന്നത് എവിടെയാണെന്നോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലെല്ലാം തെളിവുകളുണ്ട്. എവിടെ പോയാലും ശരി, എവിടെ വന്നാലും ശരി, നമ്മുടെ തെളിവുണ്ട്. ഇങ്ങടുത്ത് പോയെന്നുള്ളത്. ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിയവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല. അങ്ങനെ ഇറങ്ങി കഥ ഉണ്ടാക്കുക. നമ്മുടെ ഈ ശ്വാസം മുട്ടിയിൽ തുടങ്ങും. പല പല വേലകളായിരിക്കും. നമ്മൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടിക്കുക. നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ ഇതാക്കുക. പിന്നെ നമ്മുടെ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ രാത്രി വർക്കാവത്തില്ല. ഫ്രിഡ്ജ് വർക്കാവത്തില്ല. ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പാലൊന്നും തട്ടിയാവത്തില്ല. അങ്ങനെയാണോ എന്ന് വെച്ചാൽ ഫുള്ള് വോൾട്ടേജ് കുറയ്ക്കുക. വോൾട്ടേജ് കുറച്ചിട്ട് എന്ന് വെച്ചാൽ ഫാൻ ഒന്നും ഞങ്ങളെ വർക്ക് ചെയ്ത് ഫാൻ കറങ്ങരുത്. കാരണം ഈ പോയിസൺ ഗ്യാസിന്റെ മുഖത്തോട്ടും ദേഹത്തോട്ടും ഒക്കെ അടിക്കുമ്പോൾ അത് കൊണ്ടിട്ട് നമ്മളുടെ മുഖവും ഒക്കെ കറക്കണം. പിന്നെ വേണ്ടിയിട്ട് ഇങ്ങനെ വോൾട്ടേജ് കുറച്ചിടുക. അപ്പൊ ഞങ്ങളുടെ ഫ്രിഡ്ജ് വർക്കാവത്തില്ല, നമ്മുടെ വാഷിംഗ് മെഷീൻ വർക്കാവത്തില്ല. അങ്ങനെ പല പല രോഗങ്ങളാണ്. ഇങ്ങനെ ഇന്ന് ഉച്ചയായപ്പോഴാണ് ഇതായത്. അങ്ങനെ കുറച്ചിടുക വാഷിംഗ് മെഷീനൊക്കെ. വാഷിംഗ് മെഷീൻ പോലും വർക്കാവാത്ത രീതിയിലുള്ള വോൾട്ടേജ്. അപ്പൊ ഇന്നലെ നമ്മുടെ ബഡ്ജറ്റിന്റെ സമയത്ത് ഗവൺമെന്റ് ഇത് ഇവിടെ നിന്നുള്ള ആൾക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി പറയുന്നത് ഇവിടെ ഇപ്പൊ ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ നിന്നും മണിക്കൂറുകളാണ് കറണ്ട് ഇല്ലാത്തത്. എന്നിട്ട് വിളിക്കുമ്പോൾ പറയുന്നതാണ് എന്താണ് ഇതിലെ ടച്ചിങ് വേട്ടാണ്. ടച്ചിങ് വേട്ട് ഞങ്ങൾ 3-4 ദിവസം കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച എല്ലാം ടച്ചിങ് വേട്ടായിരുന്നു. എല്ലാ ആഴ്ചയും ടച്ചിങ് വേട്ടാണ്. ഇതൊക്കെ നമുക്കൊന്നും അറിയണ്ടായോ. എല്ലാ ആഴ്ചയും ടച്ചിങ് വേട്ടാവുള്ളൂ. അങ്ങനെ കറണ്ട് കളയുക. പല പല വേദന കറണ്ട് കളഞ്ഞിട്ട് കറണ്ട് കളയുക പോയി. ഈ ക്യാമറകളൊക്കെ ഓഫ് ആക്കുക. ഈ ക്യാമറ എല്ലാം ഇൻവേർട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ക്യാമറ ഒന്നും ഓഫ് ആകാൻ യാതൊരു വഴിയില്ല. അതെ, ക്യാമറ ഓഫ് ചെയ്യുക. അങ്ങനെ പല പല പണികളാണ്. ക്യാമറ ഓഫ് ചെയ്ത് കഥയുണ്ടാക്കുക. ഇങ്ങനെ കഥകളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എല്ലാം എഴുതുന്നുണ്ട്. കറക്റ്റായിട്ട് എല്ലാം എഴുതി റെഡിയാക്കി കൊടുക്കത്തുള്ളൂ. നല്ല ശരിക്കും ചെയ്തപ്പോ എല്ലാം ഉണ്ട്. താമസിക്കുന്നവർ ഓരോരോ ഓരോരോ ഇത് നമുക്ക് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം റിവീലായി വരികയാണ്. അതുപോലെ ഈ സോമരാജൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഐസ് വെച്ച് ചീത്ത വിളിച്ച് പറയാൻ കൂട്ടി. ഇവന്റെയാണ് അപ്പുറവും ഇപ്പുറവും ഉള്ള സ്ഥലങ്ങൾ. ഞങ്ങളത് ഈ ഇങ്ങനെ പിന്നെ ബാക്കിൽ വേണം സ്ഥലം 26-27 സ്ഥലമാണിത്. അപ്പൊ നമ്മുടെ വീടിന്റെ മുന്നിലൊന്നും കൊണ്ടുവന്ന് ഈ നാട്ടിൽ സ്കൂട്ടിയൊക്കെ വെക്കേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ സ്ഥലമായിട്ട് അപ്പുറം ഇപ്പുറം ഉള്ളവട്ടുണ്ട്. അപ്പൊ ഇവ മലപ്പൂർ ഇവിടെ കൊണ്ട് എന്റെ വീടിന്റെ മുന്നിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പൊ കഥയുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ക്യാമറ ഓഫായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓഫ്
ആക്കിയിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഇവിടോട്ട് ആരാണ്ട് വരുന്നുള്ള കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത്. മനസ്സിലായില്ലോ? എന്നിട്ട് ഇവൻ നമ്മളത് കണ്ട് കറക്റ്റ് സമയത്ത് അന്നേരം ഇവൻ ഇങ്ങനെ പോവാണ്. അന്നേരമാണ് ഇവൻ ചീത്ത വിളിക്കുന്നത്. ചീത്തമായും കൂടിയൊക്കെ ചേർത്താണ് ഇവന്റെ ചീത്ത വിളിക്കുള്ളത്. ഇതെല്ലാം നല്ലപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കാരെയൊക്കെ കാണിക്കുമ്പോൾ അവരെ ഓടുവാണ്. കൊള്ളാമല്ലോ, നല്ല നല്ല ഭാഷയാണല്ലോ എന്നാ പറയുന്നത് എല്ലാവരും. എന്നിട്ടാണ് നമുക്കാണ് അപ്പൊ അവർക്കൊക്കെ മനസ്സിലായി വട്ട ആർക്കാന്നുള്ളതാണ്. ശരിക്കും വട്ടിന്റെ നല്ല കൂടിയ വട്ടാണെന്ന്. എന്തോ വട്ടാണ് ചോദിക്കുന്നത് ഇങ്ങൾക്ക്. ഭ്രാന്തൊന്നും അല്ലെങ്കിൽ നല്ല ഇടികൊള്ളാത്ത ഭ്രാന്താന്നാ പറയുന്നത്. ഇടികൊള്ളാത്ത ഭ്രാന്തമാർക്കെന്നാ പറയുന്നത്. അടിയെന്ന് തുടങ്ങി ഇതുവരെ മോന്ത വീർപ്പിക്കാൻ ഇതെല്ലാം കഴിക്കുന്നത് പിന്നെയോ കഴിക്കുക മുഖം വീർപ്പിക്കാൻ മുഖം ഇങ്ങനെ തീർക്കാൻ പോലും മുഖം തീർക്കാൻ കേടുമാർഗം തിന്നുന്നവർ മണ്ടയ്ക്കോട്ട് അടിക്കുക. അത് അടിക്കുക